IPL മുംബൈ ഇന്ത്യൻസിന്റെ ദുരിതകാലം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യ കളി നമുക്കറിയാം നന്നായി തോൽവി ഏറ്റുവാങ്ങുന്നു. പിന്നെ അത് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിനം മുംബൈക്കെതിരെ ഒരു ടീം IPL ഉയർന്ന സ്കോർ അടിച്ചെടുക്കുന്നു. SRH എന്തോ ഭാഗ്യം കൊണ്ട് 300 അടിച്ചില്ല എന്ന് മാത്രം പറയാം. കാരണം മുംബൈയും കോട്സിയും ഒക്കെയുള്ള ബോളിംഗ് നിരയാണ്. അതിലും ശേഷി കുറഞ്ഞ ബോളിംഗ് നിരയെ കൊണ്ട് രോഹിത് ശർമ്മ ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതൊക്കെ വിടാം. പക്ഷേ ക്യാപ്റ്റൻസിയിൽ ഹാർദിക് പാണ്ഡ്യ വല്ലാതെ എക്സ്പോസ്ഡ് ആയ ദിനമായിരുന്നു കഴിഞ്ഞ ദിനം. ടീമിലുള്ളവരെല്ലാം 200 സ്ട്രൈക്ക് റേറ്റിൽ ആഞ്ഞു വീശിയപ്പോൾ ആ ബാറ്റ് വേണ്ടത്ര ശബ്ദം ഉയർത്താത്തത് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഫീൽഡിൽ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ പോലും ഇതികർത്തവ്യ മൂഢനായിരുന്നു ഹാർദിക് പാണ്ഡ്യ. ഇതിനൊപ്പം ഗാലറിയിലെ രോഹിത് ഫാൻസിന്റെ കൂവലും കളിയാക്കലും ചിലപ്പോഴൊക്കെ സങ്കടം തോന്നിപ്പിക്കുന്ന മട്ടിൽ മുഴങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഹാർദിക്കിനെതിരെ. അപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ അവസ്ഥ, ഹാർദിക് പാണ്ഡ്യ ഗുജറാത്തിൽ നിന്നും മാറി മുംബൈയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒന്നും സുഖകരമായല്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും ശരിയായല്ല നടക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ട ദിവസം. ടീമിലെ പടലപ്പിണക്കങ്ങളൊക്കെയും കൃത്യമായും ബാധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ചേഞ്ച് ആ ടീമിൻ്റെ മനോഭാവത്തെയും അതുപോലെ ആത്മവിശ്വാസത്തെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ച മത്സരമായിരുന്നു കഴിഞ്ഞ ദിനം. IPL അക്ഷരാർത്ഥത്തിൽ അടി ഉത്സവമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. IPL ഏറ്റവും വലിയ സ്കോർ പിറന്ന മത്സരത്തിൽ മുംബൈക്കെതിരെ 278 റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിൽ പൊരുതിയെങ്കിലും മുംബൈ 5 വിക്കറ്റ് നഷ്ടത്തിൽ 246 റൺസിലെത്താനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അതോടെ 31 റൺസിന്റെ ജയമാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. മത്സരത്തിൽ ആദ്യ 10 ഓവറിൽ തന്നെ ഹൈദരാബാദ് 148 റൺസാണ് നേടിയത്. അതും IPL ഒരു റെക്കോർഡാണ്. കാരണം അത്രയും ഉയർന്ന സ്കോർ ആദ്യ 10 ഓവറിൽ ഇതുവരെ വന്നിട്ടില്ല IPL. അതിനിടെ ഒരു ഘട്ടത്തിൽ അടികൊണ്ട് വലഞ്ഞ് ഉത്തരമില്ലാത്ത ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്ക് ആ സമയത്ത് മുൻ നായകൻ രോഹിത് ശർമ്മയുടെ സഹായം തേടേണ്ടി വന്നതും നമ്മൾ കാണുകയുണ്ടായി ആ മത്സരത്തിൽ. ആ സമയവും ഏറെ കൗതുകരമായിരുന്നു. രോഹിത് ആദ്യം ചെയ്തത് ഹാർദിക്കിനെ ബൗണ്ടറി ലൈനിലേക്ക് ഫീൽഡ് ചെയ്യാനായി മാറ്റുകയായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഹാർദിക് രോഹിതിനെ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ വൈറലായിരുന്നു. അന്ന് ചെയ്തതിന് പകരമാണ് ഇതെന്നാണ് ആരാധകർ പിന്നീട് ട്രോളായി പറയുന്നത്. മത്സരത്തിൽ സൺറൈസേഴ്സിനായി ട്രാവിസ് ഹെഡ് 24 പന്തിൽ 62, അഭിഷേക് ശർമ്മ 23 പന്തിൽ 63, ക്ലാസൻ 34 പന്തിൽ 80, മാർക്രം 28 പന്തിൽ 42 എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഹൈദരാബാദിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. 3 വിക്കറ്റുകൾ മാത്രമാണ് ഹൈദരാബാദിന് നഷ്ടമായത്. മുംബൈ നിരയിൽ പന്തെറിഞ്ഞവരെല്ലാം അടിമേടിച്ചു. തമ്മിൽ ഭേദം ബുംറ മാത്രമായിരുന്നു. ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 46 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് വീഴ്ത്തിയത്. ടോസ് നേടിയ മുംബൈ നായകനായ ഹാർദിക് പാണ്ഡ്യ ആദ്യം പന്തെറിയാൻ തീരുമാനിക്കുകയായിരുന്നു. മത്സരത്തിൽ എല്ലാവരുടെയും കണ്ണുകളും ആ സമയത്ത് പാണ്ഡ്യയിൽ തന്നെയായിരുന്നു. താരത്തിന്റെ ക്യാപ്റ്റൻസിയും പ്രകടനവും എങ്ങനെയാവുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഇത്തവണയും ആദ്യ ഓവർ ബുംറയ്ക്ക് നൽകാതെയാണ് ഹാർദിക് ഞെട്ടിച്ചത്. അങ്ങനെ ഒരു തീരുമാനമാണ് ഹാർദിക് എടുത്തത്. 17-കാരനായ യുവതാരം ഹുയിന മഫാക്കയ്ക്കാണ് ഹാർദിക് ആദ്യ ഓവറിൽ പന്തേൽപ്പിച്ചത്. 2ാം ഓവറിൽ ഹാർദിക്കും പന്തെടുത്തെറിയുന്നു. ആദ്യത്തെ 3 ഓവറിൽ 40 റൺസാണ് ഹൈദരാബാദ് അടിച്ചെടുത്തത്. 4ാം ഓവറിലാണ് ജസ്പ്രീത് ബുംറയെ കൊണ്ടുവരുന്നത്. 5 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. എന്നാൽ 5ാം ഓവറിൽ വീണ്ടും പന്തെടുത്ത ഹാർദിക് ആദ്യ പന്തിൽ മായങ്ക് അഗർവാളെ പുറത്താക്കുന്നു. എന്നാൽ ഈ ഓവറിൽ 13 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. പവർ പ്ലേയിൽ ഹൈദരാബാദ് അനായാസം റൺസ് ഉയർത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഹാർദിക്കിന്റെ ചില വിഡിത്തം നിറഞ്ഞ തീരുമാനങ്ങളാണ് ഹൈദരാബാദിന് കരുത്തായത് എന്ന് നിസ്സംശയം പറയാം. ആദ്യ മത്സരത്തിലെ അതേ തെറ്റ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു എന്ന് തന്നെയാണ് ആരാധകർ ആരോപിക്കുന്നത്. കാരണം ട്രാവിസ് ഹെഡിനെ പോലെ ലോകകപ്പ് ഹീറോയായ ഹെഡിനെ പോലെ അപകടകാരിയായ ബാറ്റ്സ്മാൻ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബുംറയെ ആദ്യമേ ഉപയോഗിക്കാത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ബുംറയെ ആദ്യ ഓവർ തീർച്ചയായും പന്തെറിയിക്കണമായിരുന്നു. അങ്ങനെ പന്തെറിഞ്ഞിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ഒരു റൺ ഒഴുക്ക് പിടിച്ചുകെട്ടി ഹെഡിനെ സമ്മർദ്ദത്തിലാക്കാൻ ബുംറയ്ക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ 17-കാരനായ യുവതാരത്തെ വിശ്വസിച്ചപ്പോൾ 3ാം ഓവറിൽ 22 റൺസാണ് പിറന്നത്. ഹാർദിക് ആ സമയത്ത് 2 ഓവറിൽ 24 റൺസും വിട്ടുകൊടുത്തു. പവർ പ്ലേയിൽ 1 വിക്കറ്റ് വീണതൊഴിച്ചാൽ 81 റൺസാണ് ഹൈദരാബാദ് അടിച്ചെടുത്തത്. 6ാം ഓവർ എറിയാനെത്തിയ സൗത്ത് ആഫ്രിക്കൻ പേസ് ബോളറായ കേർട്സിയെ 23 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 18 പന്തിൽ ഇതിനിടെ ട്രാവിസ് ഹെഡ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. അതായത് അദ്ദേഹം നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ആ സമയത്ത്. നമുക്കറിയാം നിലയുറപ്പിച്ചാൽ അപകടകാരിയായ ബാറ്റ്സ്മാനാണ് ഹെഡ്. അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് അദ്ദേഹത്തെ പൂട്ടാനുള്ള ദൗത്യം ഏൽപ്പിക്കണമായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ബുംറ തന്നെ പന്തെറിഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഹെഡിനെ പൂട്ടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ബുംറയെ ഡെത്ത് ഓവറിലേക്ക് മാത്രം മാറ്റിവെക്കുകയായിരുന്നു ഹാർദിക് ചെയ്തത്. പക്ഷേ അതിനു മുമ്പ് തന്നെ അഭിഷേകും അതുപോലെ ട്രാവിസ് ഹെഡും ഒക്കെ കടുത്ത ഫോമിലേക്ക് മാറുകയായിരുന്നു. ബുംറയ്ക്ക് തീർച്ചയായും പവർ പ്ലേയിലെങ്കിലും ഒരു 2 ഓവർ നൽകാമായിരുന്നു എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. പവർ
പ്ലേയിൽ 4 ബോളർമാരെയാണ് ഹാർദിക് ഉപയോഗിച്ചത്. എന്നാൽ ഒരു സ്പിന്നറെ വിശ്വസിച്ച് ഒരു ഓവർ പോലും അദ്ദേഹം നൽകിയതുമില്ല. പവർ പ്ലേക്ക് ശേഷമാണ് പീയൂഷ് ചൗളയെ ഹാർദിക് കളത്തിലിറക്കുന്നത്. സീനിയർ സ്പിന്നർ അദ്ദേഹം എത്തിയപ്പോഴേക്കും ഹൈദരാബാദ് താരങ്ങൾ ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ചിരുന്നു. ഇതിന്റെ ഫലം ചൗളയും അറിഞ്ഞു. ആ സമയത്ത് 3 സിക്സർ ഉൾപ്പെടെ 21 റൺസാണ് ചൗളയുടെ ആദ്യ ഓവറിൽ പിറന്നത്. ഹാർദിക് പാണ്ഡ്യ ബോളർമാരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഇത്രയും മികച്ച ബോളിംഗ് നിര ഉണ്ടായിട്ടും വേണ്ടവിധം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ ബാധിക്കുന്ന കാര്യമാണ്. റണ്ണൊഴുക്ക് തടയാൻ എന്തു ചെയ്യണമെന്ന് ഹാർദിക്കിന് ഒരു ഘട്ടത്തിൽ ഒരു നിശ്ചയമില്ലായിരുന്നു. ആരാധകർ ഇതിനകം തന്നെ ഇദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കൊണ്ട് കപ്പടിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മുംബൈ ബോളർമാർക്ക് ആത്മവിശ്വാസം നൽകാൻ ഹാർദിക്കിനാവുന്നില്ല. ടീമിനുള്ളിലെ പ്രശ്നങ്ങൾ ടീമിന്റെ പ്രകടനത്തെയും ബാധിക്കുന്നുണ്ട് എന്നാണ് ആരാധകർ വിമർശിക്കുന്നത്. എന്തായാലും നായക റോളിൽ മുന്നോട്ടുള്ള യാത്ര ഹാർദിക്കിന് മുംബൈയുടെ നായക റോളിൽ മുന്നോട്ടുള്ള യാത്ര ഹാർദിക്കിന് ഒരിക്കലും എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്.